ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് കാണിച്ചു തരാം. എഗ് ആൻഡ് അവോക്കാഡോ വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് വെജ് മയണൈസ് തയ്യാറാക്കി വെക്കുന്നുണ്ട്. പിന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗും. ഇത് ജസ്റ്റ് ഉപ്പും പെപ്പർ പൗഡറും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് കേട്ടോ. ഇനി മയണൈസ് ഞാൻ എല്ലാ പ്രാവശ്യവും എഗ് മയണൈസ് ഉണ്ടാക്കാറ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ എപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ഒരു പിടുത്തമില്ല. അപ്പോൾ അധികം നേരം എഗ് മയണൈസ് വെക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് വെജ് ഉണ്ടാക്കിയത്. ജസ്റ്റ് മിൽക്കും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പ്, പഞ്ചസാര, കുറച്ച് വിനെഗർ, 2 അല്ലി വെളുത്തുള്ളി ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ നമ്മളുടെ വെജ് മയണൈസ് റെഡിയായി. അപ്പോൾ ഞാൻ എന്താ കുറച്ച് നേരം ഈ എപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ധാരണയില്ലാത്ത നേരം ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 2 സ്ലൈസ് ബ്രെഡ് ഒന്ന് ചൂടാക്കിയ ശേഷം ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് മയണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അവോക്കാഡോ അതുപോലെ തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും ചെറുതായി അരിഞ്ഞതും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും അവോക്കാഡോ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗ് വെച്ചിട്ട് മറ്റേ ബ്രെഡിൻ്റെ സ്ലൈസും വെച്ചിട്ടതാ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാൻഡ്വിച്ച് റെഡി. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിത് ഉണ്ടാക്കി കട്ട് ചെയ്യണ വരെ കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നില്ല, അവർ കളിക്കാനായിട്ട് പോയേക്കായിരുന്നു. കട്ട് ചെയ്ത് ഞാൻ ആ ഒരു ഹാഫ് എടുത്ത് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴേക്കും അവരെത്തി. ഈ ഒരു ഹാഫ് സാൻഡ്വിച്ച് ഒരു ബൈറ്റ് എടുത്തത് മാത്രം ഓർമ്മയുണ്ട്. മറ്റേ ഭാഗം എവിടെ പോയി എന്നറിയില്ല, ശൂന്യതയിലേക്ക് പോയി.